ജോഷില, ഇതിലിപ്പോൾ ലഭിക്കുന്ന വിവരങ്ങളിൽ ഡോക്ടർ അരുൺ സക്രിയയുടെ നേതൃത്വത്തിലുള്ള സംഘം എത്തുന്നു. അതോടൊപ്പം തന്നെ കുങ്കിയാനകളെ അടക്കം എത്തിച്ചുകൊണ്ടുള്ള ഊർജിതമായ നീക്കം. നേരത്തെ ജോഷില സൂചിപ്പിച്ചതുപോലെ രാപ്പകലില്ലാതെ കാത്തിരിക്കുകയാണ് ഈ കടുവയെ കൂട്ടിലാക്കുന്ന ഒരു വാർത്ത എത്തുന്നതിനായത്. നാട്ടുകാരെ സംബന്ധിച്ചിടത്തോളവും കേരളം ഒന്നാകെ തന്നെ കാത്തിരിക്കുന്നതും അങ്ങനെ ഒരു വിഷയത്തിലാണ്. അത്രമേൽ ദുഃഖകരമായ ഒരു സംഭവമാണ് ഈ രാധയുടെ മരണം സംഭവിച്ചതുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുള്ളത്. ഈ സർവേ റിപ്പോർട്ടിൽ ഇല്ലാത്ത കടുവ എന്ന ഒരു സൂചന, അത്തരത്തിലൊരു വിവരം ഇപ്പോൾ ലഭിക്കുന്നുണ്ടല്ലോ. ഇത് ഇപ്പോൾ ഈ നിരീക്ഷണ സംഘത്തിന് അല്ലെങ്കിൽ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ അങ്ങനെ ഒരു നിഗമനത്തിലേക്ക് എത്തിച്ചേരാനുള്ള സാഹചര്യം എന്താണ്? അങ്ങനെയെങ്കിൽ ഈ ദൃശ്യങ്ങളിൽ പതിഞ്ഞിട്ടുള്ള കടുവ എന്നത് മറ്റൊരു തരത്തിൽ കൂടി ഭീതി ഉണ്ടാക്കുന്ന സാഹചര്യമായിരിക്കും. സാധാരണയായി കടുവകളെ കുറിച്ച് ഒരു സർവേ നടത്തി വനം വകുപ്പിന്റെ കീഴിൽ ഇത്ര കടുവകൾ ഇന്ന റേഞ്ചിൽ അല്ലെങ്കിൽ ഇന്ന സ്ഥലത്ത് ഉണ്ട് എന്നുള്ള ഒരു കണക്ക് വനപാലകരുടെ കയ്യിലുണ്ട്. എന്നാൽ സർവേയിൽ പെടാത്ത ഒരു കടുവയാണ് ഇത് എന്നുള്ളതാണ് സൂചനകൾ ലഭ്യമാകുന്നത് എന്നുള്ളതാണ് നേരത്തെ തന്നെ CCF പറഞ്ഞിരിക്കുന്നത്. വയനാട് പഞ്ചാരക്കൊല്ലി ഭാഗത്ത് കണ്ടെത്തിയ കടുവ അല്ലെങ്കിൽ ഈ ക്യാമറയിൽ പതിഞ്ഞ കടുവ ഇവരുടെ സർവേ റിപ്പോർട്ടിൽ ഇല്ലാത്ത കടുവയാണ് എന്നുള്ള സൂചനകളാണ് വരുന്നത് എന്നാണ് ദീപ പറഞ്ഞിരിക്കുന്നത്. ക്യാമറ ദൃശ്യങ്ങൾ താരതമ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 38ഓളം ക്യാമറകൾ ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. അതുമായി ഈ ക്യാമറ ദൃശ്യങ്ങൾ ഒക്കെ തന്നെ താരതമ്യം ചെയ്യുന്ന ജോലിയാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ജനവാസ മേഖലയും വനമേഖലയുള്ള പ്രദേശങ്ങളിൽ മുഴുവൻ സമയ പെട്രോളിംഗ് നടത്താനും തീരുമാനമായിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ രാധയെ കടുവ പിടിച്ച ഒരു സ്ഥലത്ത് ഒരു കൂട് സ്ഥാപിച്ചിട്ടുണ്ട്. ഈ കൂടിനടുത്ത് തന്നെ കടുവയുടെ കാൽപാദങ്ങൾ പതിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ പ്രദേശം കേന്ദ്രീകരിച്ച് പ്രിയദർശിനി പ്ലാന്റേഷൻ കേന്ദ്രീകരിച്ച് തന്നെ കടുവ ഉണ്ട് എന്നുള്ളതാണ് വനപാലകർ ഇപ്പോഴും വിശ്വസിക്കുന്നത്. അത്തരത്തിലുള്ള തെളിവുകൾ അല്ലെങ്കിൽ സൂചനകൾ അവർക്ക് ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു കേന്ദ്രം വിട്ടുകൊണ്ട് കടുവ വനത്തിലേക്കോ അല്ലെങ്കിൽ മറ്റൊരു ബീറ്റിലേക്കോ പോകാതിരിക്കാനുള്ള എല്ലാ സംവിധാനവും ഒരുക്കിയിട്ടുണ്ട് എന്നുള്ളത് നേരത്തെ തന്നെ റേഞ്ച് ഓഫീസർ ഞങ്ങളോട് പറഞ്ഞതുമാണ്. കാരണം ഇവിടെ ഈ ഒരു പ്ലാന്റേഷൻ്റെ സമീപത്തു നിന്നും അല്ലെങ്കിൽ ഈ ഒരു ലൊക്കേഷനിൽ നിന്നും കടുവയെ പിടികൂടുക എന്നുള്ളത് തന്നെയാണ്. മറ്റൊരു ലൊക്കേഷനിൽ പോയാൽ ഇതൊക്കെ തന്നെ ഈ ഒരു ദൗത്യ സംഘത്തെ മുഴുവൻ ആ ഒരു രീതിയിലേക്ക് വീണ്ടും കേന്ദ്രീകരിച്ച് അല്ലെങ്കിൽ ക്രമീകരിക്കേണ്ടി വരും. അത് വീണ്ടും ഒരു വലിയ ശ്രമകരമായ ജോലിയാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു ബീറ്റിൽ വെച്ച് കടുവയെ പിടികൂടുക അല്ലെങ്കിൽ കടുവയെ കണ്ടെത്തിയാൽ വെടിവെച്ച് കൊല്ലുക എന്നുള്ളത് തന്നെയാണ് വനപാലകർ ഉദ്ദേശിക്കുന്നത്. എന്തായാലും ഈ ഒരു ദൗത്യം വിജയിക്കും എന്നുള്ളൊരു പ്രതീക്ഷ വനപാലകർക്കുണ്ട്. അതേസമയം തന്നെ ഈ ഒരു പ്രദേശത്തേക്ക് മറ്റ് ശല്യങ്ങളൊന്നും ഇല്ലാതിരിക്കാൻ അല്ലെങ്കിൽ കടുവയുടെ സാന്നിധ്യം അവിടെ തന്നെ നിലനിർത്താൻ മറ്റ് ജനങ്ങൾക്കിടയിലേക്ക് ജനവാസ മേഖലയിലേക്ക് ഇത് കടന്നു പോകാതിരിക്കാനൊക്കെ തന്നെ മാധ്യമപ്രവർത്തകരെ അടക്കം അവിടെ നിന്നും നീക്കം ചെയ്തിട്ടുണ്ട്. മാത്രമല്ല തെർമൽ ഡ്രോൺ അടക്കം ഇപ്പോൾ ഉപയോഗിക്കാത്ത ഒരു സാഹചര്യത്തിലേക്ക് പോയിരിക്കുകയാണ്. കാരണം ഈ തെർമൽ ഡ്രോണിൻ്റെ ശബ്ദം കടുവ അവിടെ നിന്നും മാറിക്കളയാനുള്ള സാധ്യതകൾ കൂട്ടുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ തെർമൽ ഡ്രോണിന്റെ ഉപയോഗം നിർത്തിവെച്ചിരിക്കുകയാണ്. താൽക്കാലികമായി കടുവയുടെ സാന്നിധ്യമുണ്ട് എന്ന ഒരു സ്ഥിരീകരണം ഉണ്ടോ ജോഷില? കൃത്യമായും ഇവരുടെ റഡാറിൽ ഇത് ഉണ്ട് എന്നുള്ളത് തന്നെയാണ് അല്പസമയം മുൻപ് വരെ ഉദ്യോഗസ്ഥർ ഞങ്ങളോട് വെളിപ്പെടുത്തിയിരിക്കുന്നത്. ക്യാമറകളിൽ കടുവയുടെ ചിത്രം പതിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് നമ്മളോട് സൂചിപ്പിച്ചിട്ടുള്ളത്. ക്യാമറ ദൃശ്യങ്ങൾ താരതമ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നുള്ള കാര്യവും പറഞ്ഞിരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു മേഖല വിട്ട് കടുവ പോകാതിരിക്കാനുള്ള എല്ലാ നടപടികളും എല്ലാ ക്രമീകരണവും ചെയ്തിട്ടുണ്ട്. മറ്റൊരു മേഖലയിലേക്ക് കടുവ പോയി കഴിഞ്ഞാൽ അവിടെയും ഇത്തരം ക്രമീകരണങ്ങൾ നടത്തുക എന്നുള്ളത് സാഹസികമാണ് അല്ലെങ്കിൽ ശ്രമകരമായ ഒരു ദൗത്യമാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു സ്ഥലം കേന്ദ്രീകരിച്ചുള്ള എല്ലാ പ്രവർത്തനങ്ങളും ക്രമീകരണങ്ങളും സജ്ജമാക്കിയിട്ടുള്ളത് എന്നുള്ളതാണ് നേരത്തെ വനപാലകർ അറിയിച്ചിരിക്കുന്നത്. എന്തായാലും കടുവയെ കൂട്ടിലടക്കാൻ സാധിക്കും. ആദ്യ ഘട്ടം എന്നുള്ള നിലയിൽ അല്ലെങ്കിൽ പ്രാഥമിക പ്രവർത്തനം എന്നുള്ള നിലയിൽ കടുവയെ കൂട്ടിലടക്കുക എന്നുള്ളത് തന്നെയാണ് ലക്ഷ്യം എന്നുള്ളതാണ് ഉദ്യോഗസ്ഥർ പറഞ്ഞിരിക്കുന്നത്. എന്തായാലും ആ ഒരു ലക്ഷ്യം വിജയിച്ചില്ലെങ്കിൽ അടുത്ത നടപടിയിലേക്ക് കടക്കും. കടുവയെ കണ്ട ഉടൻ വെടിവെച്ചു കൊള്ളാനുള്ള നീക്കങ്ങളിലേക്ക് കടക്കും. എന്തായാലും എല്ലാ സന്നാഹങ്ങളോടും കൂടിയാണ് വനപാലകർ ഇപ്പോൾ ഈ ഒരു ക്രമീകരണം നടത്തിയിരിക്കുന്നത് എന്നുള്ളത് തന്നെയാണ് പറയാനുള്ളത്.
ഈ സംസ്കാര ചടങ്ങുകൾ ഇപ്പോൾ പൂർത്തിയായിട്ടുണ്ടോ? സംസ്കാര ചടങ്ങുകൾ പൂർത്തിയായി കഴിഞ്ഞു. അതായത് സംസ്കാരം നടന്നു കഴിഞ്ഞു എന്ന് വേണം പറയാൻ. ഏറ്റവും അവസാനമായി നമ്മൾ കാണുന്ന ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. രാധയുടെ മൃതദേഹം സംസ്കരിച്ച ദൃശ്യങ്ങൾ ആണ് കാണുന്നത്. വീട്ടിൻ്റെ തൊട്ട് മുകളിലുള്ള കുടുംബങ്ങളുടെയൊക്കെ തന്നെ ഒരു ശ്മശാനം, ആ ഒരു ശ്മശാനത്തിലാണ് ഇപ്പോൾ രാധയുടെ മൃതദേഹവും സംസ്കരിച്ചിരിക്കുന്നത്. ശരി ജോഷില, തുടരുക. എന്തായാലും ദൃശ്യങ്ങളിൽ നമ്മൾ കാണുന്നത് പോലെ തന്നെ രാധയുടെ സംസ്കാര ചടങ്ങുകൾ പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു. ഈ പ്രദേശത്ത് ഉള്ള വനമേഖലയ്ക്ക് അപ്പുറത്തേക്ക് നിലവിൽ കടുവ പോകാൻ സാധ്യതയില്ല എന്നുള്ളതാണ് ഉദ്യോഗസ്ഥർ പറയുന്നത്. ആ നിലയിൽ അവരുടെ റഡാറിൽ തന്നെ ഉണ്ട്, കടുവയുടെ സാന്നിധ്യമുണ്ട് എന്നുള്ള ഒരു സ്ഥിരീകരിച്ച റിപ്പോർട്ടുണ്ട്. പക്ഷേ അതിനപ്പുറത്തേക്ക് റഡാറിൽ പതിഞ്ഞിരിക്കുന്ന കടുവ തന്നെയാണോ ഈ രാധയെ ആക്രമിച്ചതും എന്നുള്ള ആ ഒരു ചോദ്യത്തിന് ഉത്തരം ലഭിക്കണം. മറ്റു ചില വാർത്തകൾ കൂടി ഘട്ടത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് വരുന്നത് ഈ വയനാട് ചേകാടിയിൽ ഇപ്പോൾ കടുവയുടെ സാന്നിധ്യമുണ്ട് എന്നതാണ്. വനപാത മുറിച്ച് കടുവ കടക്കുന്ന ദൃശ്യം സഞ്ചാരികൾ പകർത്തിയതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. എന്തായാലും ഊർജിതമായ നീക്കം ഈ കടുവയെ പിടികൂടുന്നതിനായി രാപ്പകലില്ലാതെ തന്നെ നടന്നുകൊണ്ടേയിരിക്കുന്നു. ഇപ്പോൾ RRT നേരത്തെ കൂട്ടി തന്നെ ഉണ്ട്. ഡോക്ടർ അരുൺ സക്രയുടെ നേതൃത്വത്തിലുള്ള സംഘം എത്തുന്നുണ്ട്. കുങ്കിയാനകളെ എത്തിച്ചുകൊണ്ട് ശ്രമം ഒന്നുകൂടി ഊർജിതമാക്കാനുള്ള സാധ്യതയുണ്ട്. നേരത്തെ ജോഷില പറഞ്ഞതുപോലെ തന്നെ കടുവ മറ്റൊരു മേഖലയിലേക്ക് മാറാതിരിക്കാനുള്ള തരത്തിൽ തെർമൽ ഡ്രോൺ അടക്കമുള്ളവയുടെ സാന്നിധ്യം ഒന്ന് ഒഴിവാക്കിക്കൊണ്ട് മാധ്യമപ്രവർത്തകരെ അടക്കം ഈ മേഖലയിൽ നിന്ന് മാറ്റി നിർത്തിയിരിക്കുകയാണ്. ഇപ്പോൾ അത്രത്തോളം കർശനമായ ഒരു നിരീക്ഷണ സംവിധാനം ഇപ്പോൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ ജനങ്ങളുടെ സുരക്ഷ, ഈ പ്രദേശവാസികളുടെ സുരക്ഷാ വിഷയങ്ങളിലാണ് ഏറ്റവും വലിയ ആശങ്കയുള്ളത്. ആ ആശങ്കയെ പൂർണ്ണമായും അഭിസംബോധന ചെയ്തുകൊണ്ടുള്ള രീതിയിൽ ഇപ്പോൾ കടുവയെ പിടികൂടാൻ നടപടിക്രമങ്ങൾ പുരോഗമിക്കുന്നു. ഇന്നലെയായിരുന്നു അതീവ ദാരുണമായി രാധ കൊല്ലപ്പെട്ടതുമായി ബന്ധപ്പെട്ട വാർത്ത പുറത്തു വന്നത്. ഇന്നിപ്പോൾ രാധയുടെ സംസ്കാര ചടങ്ങുകൾ പൂർത്തിയായിരിക്കുന്നു. നേരത്തെ വനമന്ത്രി അടക്കം സൂചിപ്പിച്ച പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. ഈ പ്രദേശവാസികളുടെ ഒരു ആശങ്കയും പ്രതിഷേധവും എന്ന് പറയുന്നത് പൂർണ്ണമായും ന്യായമായ ഒരു കാര്യം തന്നെയാണ്. ആ നിലയിലുള്ളൊരു ഭീതിയാണ് ഇപ്പോൾ ഈ ജനവാസ മേഖലയിലുള്ളത്. അത് പൂർണ്ണമായും ഒഴിവാക്കുക എന്നൊരു ലക്ഷ്യം തന്നെയാണ് ഇപ്പോൾ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് സർക്കാർ ആ നിലയിലുള്ള മുന്നൊരുക്കങ്ങൾ നടത്തണം. കൃത്യമായ നിർദ്ദേശം നൽകിക്കൊണ്ട് വനമന്ത്രി ഉൾപ്പെടെയുള്ളവരുടെ വാക്കുകൾ ഈ ഒരു ഘട്ടത്തിൽ ഏറ്റവും ശ്രദ്ധേയമായിട്ടുണ്ട്. പല മേഖലകളിൽ ഇപ്പോൾ ഇങ്ങനെ കടുവകളുടെ സാന്നിധ്യം പുറത്തു വരുന്ന ഒരു ഘട്ടത്തിൽ ഇത് കേന്ദ്ര നിയമത്തിൽ കാര്യമായ കാതലായ മാറ്റങ്ങൾ ഉണ്ടാക്കണമെന്നുള്ള ആവശ്യവും ഇപ്പോൾ ജനങ്ങളുടെ ഭാഗത്തു നിന്ന് കർശനമായി വരുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ടൊരു വലിയ സമ്മർദ്ദം അതും കേന്ദ്ര സർക്കാരടക്കം ചെലുത്തിക്കൊണ്ട് ജനജീവിതം പൂർണ്ണമായും ഭീതിരഹിതമാക്കുക എന്നുള്ളത് തന്നെയാണ് ഈ ഒരു മേഖലയിൽ ഉദ്ദേശിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്. ഇപ്പോൾ നിലവിലുണ്ടായിരിക്കുന്ന പ്രശ്നം, പ്രതിസന്ധി അത് ഒഴിവാക്കാനുള്ള എല്ലാ നടപടിക്രമങ്ങളും സ്വീകരിച്ചിട്ടുണ്ട്.